കവിയും ഗാനരചയിതാവുമായിരുന്ന എ.പി. ഗോപാലൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കായംകുളം പുള്ളിക്കണക്ക് സഹകരണ ഗ്രന്ഥശാലയാണ് അനുസ്മരണം നടത്തിയത്. കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. കവിയും ഗാനരചയിതാവുമായിരുന്ന എ.പി. ഗോപാലൻ അനുസ്മരണമാണ് കായംകുളം പുള്ളിക്കണക്ക് സഹകരണ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. അപ്പം ശ്രീവിദ്യയുടെ ചെറുപ്പമാണെന്ന് അന്ന് ആ വരികൾ ഇങ്ങനെ ശ്രീവിദ്യ ഒരു പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പാടുന്ന ഒരു ഗാനമാണ്. ആര് പാടുന്നതല്ല, ബാക്ക്ഗ്രൗണ്ടിലൂടെ പാടുകയാണ്. അപ്പോൾ ഒരു ഭിക്ഷക്കാരനിരിക്കുന്നു, ഭിക്ഷക്കാരന്റെ കയ്യിലിരിക്കുന്ന അയാളെ കണ്ണു കാണാതെ ഒരു ഭിക്ഷ യാചിക്കുന്ന ഒരുത്തന്റെ പണം വേറൊരുത്തം വന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്നു. ഇതൊക്കെ നമ്മൾ കാണാതെ പോകുന്ന കാഴ്ചകളാണ്, ഇല്ലേ? കണ്ണുണ്ടെങ്കിലും കാണാതെ പോകും മണ്ണിൽ മനുഷ്യന്റെ വ്യാജമുഖങ്ങൾ. എത്രയോ വർഷത്തിന് മുമ്പ് 1980 കാലഘട്ടത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വലിയൊരു കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് പറയും. ഗ്രന്ഥശാല പ്രസിഡന്റ് സുഭാഷ് CS അധ്യക്ഷത വഹിച്ചു. ചങ്ങനാശ്ശേരി ഗീതയിൽ നിന്നാണ്. ചങ്ങനാശ്ശേരി ഗീതാ തിയേറ്റർ എന്ന് പറഞ്ഞാൽ സ്ഥിരം എ.പി. ഗോപാലസ്വാമിയുടെ പാട്ടുകളായിരിക്കും. അതുപോലെ തന്നെ ആലപ്പി തിയേറ്റേഴ്സ്, അതുപോലെ കേരളത്തിൽ അങ്ങോളം അങ്ങനെ തിരുവനന്തപുരം വരെ വടക്കുകൊണ്ടുള്ള എല്ലാ നാടക സമിതിയിലും സാറ് പാട്ട് എഴുതിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നാടകഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. 1985 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന K. കരുണാകരനിൽ നിന്ന് ഏറ്റവും നല്ല നാടക രചയിതാവിനുള്ള അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. KPSC സോമലത അനുസ്മരണ പ്രഭാഷണം നടത്തി. KPSCയിലുള്ളപ്പോൾ ഒരു ദിവസം തോപ്പിൽ ബാസ് സാർ ഒരു കത്ത് തന്നു വിട്ടു. എന്നെ വിളിച്ചിട്ട്, എടി നിനക്ക് എ.പി. ഗോപാലൻ്റെ വീട് അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് അറിയില്ല, രണ്ടാംകുട്ടിയാണെന്നറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് തന്നെ എനിക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നിട്ട് ഞാനന്ന് സൈക്കിളിൽ ചവിട്ടി പോകുന്ന സമയം, ഇവിടെ അന്ന് സ്ത്രീകളാരും പെൺകുട്ടികളാരും സൈക്കിളിൽ ചവിട്ടുന്ന ഒരു സമയമല്ല, ലേഡീസ് സൈക്കിളൊക്കെ ഇറങ്ങിയിട്ടില്ലാത്തൊരു സമയത്ത് ഞാൻ സൈക്കിളെ എനിക്ക് കത്തുമായിട്ട് അവിടെ ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൃത്യമായിട്ട് ചെല്ലുകയും സാറിൻ്റെ കയ്യിൽ ഇത് കൊടുക്കുകയും ചെയ്തു. എൻ രവി, ഐ റഫീഖ, ഭാർഗവൻ, കെ ജനാർദ്ദനൻ, KS വിജയൻ, രവി, റോയി കെ ഗോപാൽ, സതീഷ് ശ്യാംസ്, AP രാജീവ്, രജി ബാലകൃഷ്ണൻ, A അനിൽകുമാർ, R അരുൺകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.